നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മിനി സ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട നടിയാണ് സാധിക വേണുഗോപാൽ. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട്. ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്ക് താഴെ വരുന്ന മോശം കമന്റുകൾക്ക് ഉരുളയ്ക്കുപ്പേരി പോലെ താരം മറുപടിയും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ സൈബർ ആക്രമണത്തിനും നിരവധി തവണ ഇരയായിട്ടുള്ള താരമാണ് സാധിക. രാഷ്ട്രീയത്തിലും സമകാലിക വിഷയങ്ങളിലും തന്റേതായ അഭിപ്രായം തുറന്നു പറയാറുള്ള സാധികയ്ക്ക് വിമർശകരും ഏറെയാണ്. ഇപ്പോഴത്തെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ താരം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത്. ശരിക്കും തന്റെ പേര് രാധിക വേണുഗോപാൽ എന്നായിരുന്നുവെന്നും ക്ലാസ്മേറ്റ് സിനിമയ്ക്ക് ശേഷം നടി രാധിക തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു തന്റെ എൻട്രി എന്നും അപ്പോൾ മലയാളത്തിൽ നിന്ന് എല്ലാവരും പേര് മാറ്റണം എന്ന് പറഞ്ഞു. തമിഴിൽ പോയപ്പോൾ അവിടെ രാധിക ശരത് കുമാർ ഉണ്ട്. അവരുടെയും എന്റെയും ചില ഫീച്ചേഴ്സ് ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ പേര് മാറ്റണമെന്ന ആവശ്യം അവിടെയും ഉയർന്നു. എങ്കിൽ പിന്നെ പേര് മാറ്റാമെന്ന് തോന്നിയെന്നും അച്ഛൻ തന്നെയാണ് സാധിക എന്ന പേര് നിർദ്ദേശിച്ചതെന്നും സാധിക പറയുന്നു. വേറെയും കുറച്ചു പേരുകൾ അച്ഛൻ കണ്ടെത്തിയിരുന്നുവെങ്കിലും തനിക്ക് സാധിക എന്ന പേരാണ് കുറച്ചുകൂടി ആപ്റ്റായി തോന്നിയതെന്നും സാധിക പറഞ്ഞു. എന്നാലും തന്റെ ഡോക്യുമെന്ററിയിലും സർട്ടിഫിക്കറ്റിലും എല്ലാം ഒന്നും ഇതുവരെ പേര് മാറ്റിയിട്ടില്ല. അത് രാധിക എന്ന് തന്നെയാണെന്നും സാധിക പറഞ്ഞു. രാധിക എന്ന വിളിയാണ് തനിക്ക് ഇഷ്ടമെന്നും താരം പറഞ്ഞു. അച്ഛനും അമ്മയും സിനിമാ പാരമ്പര്യം ഉള്ളവരാണെന്നും അതുകൊണ്ട് തന്നെ അഭിനയത്തിലേക്ക് വരാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നുവെന്നും ഫോട്ടോഷൂട്ടുകളോടായിരുന്നു ഇഷ്ടമെന്നും നന്നായി ഒരുങ്ങി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരികൾ പറയും ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഫോട്ടോജെനിക് ആണ് ഇവളെന്നും താരം പറഞ്ഞു. അവസരം വന്നപ്പോൾ അഭിനയത്തിലേക്കും ഇറങ്ങിയെന്നും താരം പറഞ്ഞു. ഇപ്പോഴും ഷോക്കേഴ്സ് ചെയ്യാനുള്ള ഒരു അവസരവും താൻ കുറയ്ക്കാറില്ലെന്നും അഭിനയത്തിന് പുറമെ ഒരു ജ്വല്ലറിയിൽ ഷോ ഗേളായി നിൽക്കുന്നുണ്ട്. വൈകുന്നേരം വരെ ആഭരണങ്ങളെല്ലാം ധരിച്ച് ഷോപ്പിന് മുന്നിൽ നിൽക്കും. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് അല്ലേ, ഇതൊക്കെ ചെയ്യാമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. എനിക്കിത് ഇഷ്ടമാണ് ചേട്ടാ എന്ന് ഞാൻ പറയും. അത്രയേ ഉള്ളൂ, എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ചെയ്യുമെന്നും താരം പറയുന്നു. അടുത്തിടെ തന്റെ വിവാഹമോചനത്തെക്കുറിച്ചും താരം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടിയിരുന്നു. എന്റെ വിവാഹം കഴിഞ്ഞതാണ്. സന്തോഷത്തോടെ വിവാഹമോചനം നേടി ജീവിക്കുന്നു. ഞാൻ വളരെ പക്വതയോടെ എടുത്ത തീരുമാനമായിരുന്നു കല്യാണം. പക്ഷേ അത് ശരിയായില്ല. ഞാൻ കല്യാണം കഴിച്ചതാണോ എന്നറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും. എന്റെ പ്രൊഫൈലുകളിൽ നിന്ന് പഴയ ഫോട്ടോകളൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഗൂഗിളിൽ തിരഞ്ഞാലും എന്റെ വിവാഹ ഫോട്ടോ കാണാം. എന്റെ സുഹൃത്തിന്റെ സുഹൃത്തായിരുന്നു അത്. വിവാഹാലോചനയായി വന്നത് തന്നെയാണ്. ഞങ്ങൾ ഒരു വർഷത്തോളം സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വിവാഹം കഴിച്ചത്. പക്ഷെ എന്തോ ശരിയായില്ല. വിവാഹമോചനത്തിന് പ്രത്യേകിച്ച് ഒരു പ്രത്യേകത കാരണം ഒന്നുമില്ല. ചിലരുടേത് ശരിയാകും, ചിലരുടേത് ശരിയാകില്ല എന്ന് തന്നെ പറയാൻ കഴിയൂ. എന്തെങ്കിലും ചെയ്യാൻ അത് പൂർണ്ണമായി ശരിയായിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. എന്റെ ഭർത്താവ് എല്ലാ കാര്യങ്ങളും എന്നോട് പങ്കുവയ്ക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ആളുടെ ടെൻഷനായാലും പ്രശ്നങ്ങളായാലും എന്നോട് തുറന്നു പറയണം. അങ്ങനെയൊക്കെ ചെയ്യാതാകുമ്പോൾ അത് ശരിയാകാതെ വരും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാലം കഴിയും തോറും വലുതായി മാറും. അങ്ങനെയൊക്കെയാണ് അത് വിവാഹമോചനത്തിലേക്ക് എത്തിച്ചേർന്നതെന്നും സാധിക പറഞ്ഞു. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.